വീട്ടിലോട്ട് കാല് കുത്തിയാൽ തുടങ്ങും. പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചില്ലേ? വാ പ്രാർത്ഥിക്കാം. എന്തായി പ്രാർത്ഥന? പ്രാർത്ഥിക്കാൻ മടിയുണ്ടോ? ഇഷ്ടമുള്ളവരോട് മിണ്ടിക്കൊണ്ടിരിക്കാൻ നമുക്ക് മടി തോന്നാറുണ്ടോ? അപ്പം പിന്നെ നമ്മളെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഈശോയോട് മിണ്ടാൻ നമ്മളെന്തിനാ മടിക്കുന്നത്? നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്ന, ഏറ്റവും അധികം കെയർ ചെയ്യുന്ന, നമ്മളെ സ്വന്തമാക്കിയ നമ്മുടെ ദൈവത്തോടുള്ള ഓരോ നിമിഷത്തെയും സംസാരമാണ് പ്രാർത്ഥന. കത്തോലിക്ക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥമായ യുക്യാറ്റിൽ തിരുസഭ നമ്മെ പഠിപ്പിക്കും, ദൈവത്തിലേക്ക് ഹൃദയം തിരിക്കലാണ് പ്രാർത്ഥന. ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ അയാൾ ദൈവവുമായുള്ള സജീവ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നു. അതായത് പ്രാർത്ഥിക്കുന്ന ഒരാൾ പിന്നെ ഒരിക്കലും ഒറ്റയ്ക്കല്ലെന്നേ. കാരണം നമ്മളെപ്പം മിണ്ടിയാലും നമ്മളോട് തിരിച്ചു മിണ്ടാനും, നമ്മളെപ്പം മിണ്ടിയാലും നമ്മളെ കേൾക്കാനും ഒരൊറ്റ വ്യക്തിക്കേ പറ്റത്തുള്ളൂ, ദൈവം. ആ ദൈവം കൂടെയുണ്ടെന്ന് ആ വ്യക്തിക്ക് ഉറപ്പുണ്ടായിരിക്കും. ഒരു ടെക്നോളജി പഠിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാൻ പഠിക്കാൻ പറ്റത്തില്ല. അപ്പം പിന്നെ എങ്ങനെയാണെന്നല്ലേ? പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന ഒരു ദാനമാണ് പ്രാർത്ഥന. സങ്കടമായാലും സന്തോഷമായാലും ഇനി ടെൻഷനാണേലും നമ്മുടെ ഈശോയോട് ചോദിച്ചും പറഞ്ഞും മിണ്ടിയും ഒക്കെ നമുക്ക് മുന്നോട്ട് പോകാന്നേ. ഈശോ നമ്മളെ നോക്കിക്കോളും. നമ്മുടെ ഓരോ സെൽഫ് ടോക്കും നമുക്ക് പ്രാർത്ഥനയാക്കി മാറ്റാന്നേ. അത് ഈശോയോട് അങ്ങ് പറഞ്ഞാൽ മതി. നമ്മുടെ ഈശോയോട് മറക്കണ്ട, നമ്മളൊരിക്കലും ഒറ്റയ്ക്കല്ല.